വിവാഹത്തിന് മുമ്പ് ഒരു ജോലി വേണം എന്നൊരു സ്ത്രീ ആഗ്രഹിക്കുമ്പോൾ അവളുടെ മനസ്സിലുള്ള ജോലി കൊണ്ടുള്ള പ്രയോജനങ്ങളും സങ്കല്പങ്ങളുമല്ല പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ജോലി കൊണ്ട് അവർക്ക് ഉണ്ടാകും. സാധാരണ നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ നേടുമ്പോൾ സഹോദരിമാർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്കൊരു സ്വന്തമായ വരുമാനം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഭർത്താവിൻ്റെ ഡൈവോഴ്സുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് എനിക്ക് നേരെ ഒരു നിലയും വിലയൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ ചില വീട്ടിൽ എനിക്ക് നിലയും വിലയുണ്ടായി, അഥവാ ഭർത്താവ് മരണപ്പെട്ടു പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവരുടെ സങ്കല്പത്തിലുണ്ടാകുക. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ സെയിം പരാതികൾ ധാരാളം സഹോദരിമാർ പറയാം. അതായത് ഇവർ അധ്വാനിക്കുന്ന പണം വീട്ടിലേക്ക് വന്നു തുടങ്ങുമ്പോൾ ആ പണത്തെ എന്താകും ഈ കുടുംബം ആശ്രയിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ തുടങ്ങുന്നതോട് കൂടെ എന്ന് വെച്ചാൽ ഈ പണം മുഴുവനും അവരെവിടെ ചിലവഴിക്കേണ്ടി വരും? ഈ വിവാഹം കഴിഞ്ഞ കുടുംബത്തിലും ഭർത്താവിനും വേണ്ടി ചിലവഴിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു സ്വതന്ത്രമായ വിനിമയം എന്താവില്ല, ഒരിക്കലും ഇവർക്ക് സാധ്യമാകും. അപ്പം നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് പണം ഉണ്ടായിട്ട് അതിലൊരു സ്വതന്ത്രമായ വിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ പിന്നെ അധ്വാനം കൊണ്ട് എന്താ കാര്യം? ഈ ഒരു വിവാഹത്തിന് മുമ്പ് ജോലി അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പണം ഉണ്ടാവും, എനിക്ക് കൈകാര്യം ചെയ്യാന്നൊക്കെ അല്ലേ വിചാരിച്ചത്? അതല്ല പ്രായോഗികമായി കുടുംബജീവിതത്തിൽ നടക്കുക. ഇത് മുഴുവനും കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊരു സോഴ്സായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഭർത്താവ് ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്. ഈ രണ്ട് കേസിൽ അത് കാണാം. കാരണം ഇവരൊരു സാമ്പത്തിക സോഴ്സ് ആയിട്ട് മാറി. ഒരു സഹോദരി ഇന്ന് എന്നോട് ഫോണിൽ ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഇപ്പോൾ ഒരു വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കാം, ഞാൻ ഭർത്താവും ഒന്നിച്ച് നിൽക്കണില്ല, അപ്പോൾ ഞാൻ ഈ ജോലിക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങളത്തേക്ക് വരാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. 4-5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഫോണിൽ സംസാരിച്ച് എന്ത് ചെയ്യാണ്, ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരാണ്, ഒപ്പം നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഭർത്താവിനെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഭർത്താവിന് ഇപ്പോൾ താല്പര്യമില്ല. കാരണം ഇത്രയും വലിയ സംഖ്യയും സാമ്പത്തികവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ജോലിയും നിങ്ങൾക്ക് ശമ്പളവും കിട്ടുമ്പോൾ ആ ശമ്പളവും ജോലിയും നിങ്ങളുടെ ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളെ ഒരു സോഴ്സായി കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ജീവിതം ഭയങ്കര പ്രയാസമായി മാറും. ഒന്ന്, വീട്ടു കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിക്കണം, ജോലികളൊക്കെ ചെയ്യണം, അതിൻ്റെ പുറമെ ഈ ജോലിക്ക് പോകാം. ജോലിക്ക് പോയി നമ്മൾ അതിൻ്റെ ഒരു സമ്പാദ്യവും അതിൻ്റെ ഒരു വരുമാനവുമാണല്ലോ ആ ജോലിൻ്റെ ഒരു ത്രില്ല്, അത് അവർക്ക് കിട്ടില്ല. ശരി, പ്രത്യേകിച്ചും ഇത് ബാങ്കിലേക്ക് കയറുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ATM കാർഡ് പാസ്വേഡൊക്കെ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. കാരണം പിന്നെ ഈ ഒരു അധ്വാനത്തിൻ്റെ കാര്യം എന്താണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ സ്വത്തിന് 100% അവകാശിയാവും. ഇസ്ലാമികമായി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ സ്ത്രീകളും സക്കാത്ത് കൊടുക്കണം, ശമ്പളമുള്ളവർ നമ്മൾ പറയാം, നമുക്ക് ചിലവില്ല, വേറെ ചിലവ് കഴിച്ചാലേ നമ്മൾ സക്കാത്ത് കൊടുക്കും. ഇവിടെ അവർക്ക് വരുന്ന വരുമാനത്തിൽ ചിലവില്ലാത്തതുകൊണ്ട് മുഴുവൻ സംഖ്യയുടെയും 2% അവരെന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു വരുമാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, അത് സംവിധാനിക്കണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുടുംബം കുറേ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോകില്ല എന്നൊന്നും പറഞ്ഞാൽ അവരെ സമ്മതിക്കില്ല. അപ്പോൾ അതെങ്ങനെയും പറഞ്ഞ് സാധിച്ചെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കട്ടെ എന്ന് പറയാം. പൊതുവേ ഇത്തരം ജോലികളുമായി വിവാഹത്തേക്ക് വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലിക്ക് പോകുകയും വീട്ടിലെ കാര്യങ്ങളും ജോലിയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകും. ഉദാഹരണം പറയാം, എനിക്ക് പിന്നെ പണം കിട്ടാൻ തുടങ്ങിയാൽ എനിക്ക് ആദ്യത്തെ നിർബന്ധം ഹജ്ജാണല്ലോ, അല്ലേ? ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഹജ്ജാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, ഒക്കെ ഭർത്താവാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ഇവരൊരു ശമ്പളക്കാരിയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ശമ്പളം ഒരു ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുക, എൻ്റെ ഹജ്ജ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ ശമ്പളം വേറെ നിലയ്ക്ക് വിനിയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എന്തുണ്ടായിരിക്കും? സ്വാഭാവികമായിട്ട് ഒരു പിന്നെ സർവീസ് കാലത്ത് ആകെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്താണ്? ഒന്ന് ഹജ്ജും ഒന്ന് വീടും. അതേമാതിരി വീട് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പണം കൊടുത്തിട്ടാണ് വീട് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായും ആ പണത്തിൻ്റെ ഒരു അവകാശം വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പൈസ കൊടുത്ത സ്ഥലം വാങ്ങുമ്പോൾ നമ്മുടെ പേരിലും കൂടി ആവാനോ, കാരണം നമ്മുടെ ഒരു സ്വത്തല്ലേ അത് നമുക്ക് എന്നും അവകാശപ്പെട്ടൊരു കാര്യമല്ലേ. സ്വാഭാവികമായും എന്ത് ചെയ്യും, ഒരു ഡൈവേഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീക്ക് അനന്തരാവകാശങ്ങൾ കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്യുന്നല്ലേ വേണ്ടത്, നമ്മുടെ സ്വത്ത് മുഴുവൻ ഭർത്താവിന് വേണ്ടി കൊടുത്ത് ഭർത്താവ് എന്ത് ചെയ്യാണ് അതിൻ്റെ ഒരു അയാളുടെ പേരിൽ മാത്രം ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും നമുക്ക് ചിലപ്പോൾ അവകാശങ്ങൾ വാങ്ങിപ്പോകാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേജർ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും കൂടെ അതിനൊരു അവകാശം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. വീടാണെങ്കിലും ഒക്കെ അങ്ങനെ. അപ്പോൾ നമ്മുടെ സമ്പത്ത് എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു കാര്യം കിട്ടും. എന്നാൽ ഇതിൻ്റെ ഒന്നും തർക്കത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ ബാധിക്കുന്നത് തുടക്കത്തിലാവുമ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. നേരെ വെച്ച് നമ്മളൊരു സോഴ്സായി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇത് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, എനിക്ക് കിട്ടുന്ന പൈസ അങ്ങനെ തരില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രശ്നങ്ങളായി മാറും. അപ്പോൾ ജോലി എന്നുള്ളത് നല്ലതാണ്, പക്ഷേ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട ആരാധനകളും കർമ്മങ്ങളും ചെയ്യാൻ തടസ്സമില്ലാതെ എല്ലാം ബാലൻസ് ചെയ്ത് നമ്മുടെ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ, അധ്വാനത്തിൻ്റെ പകരം നമുക്ക് കൂടെ അനുഭവിക്കാൻ പറ്റുന്ന